ചെറിയ ഒരു തീപിടുത്തം ഉണ്ടായാൽ പോലും രക്ഷയില്ലാത്ത ഇടമാണ് കൊച്ചിയെന്നറിയാലോ. ഇടുങ്ങിയ വഴികളാണ് പ്രധാന പ്രതിസന്ധി. ഫയർഫോഴ്സ് സംവിധാനങ്ങൾ എത്താൻ തന്നെ സമയമെടുക്കും. ബ്രോഡ്വേ അടക്കമുള്ള മാർക്കറ്റുകൾ എത്രത്തോളം സുരക്ഷിതമാണ്? പ്രത്യേകിച്ചും അടുത്തടുത്തുള്ള കടകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, ഗതാഗത കുരുക്കുള്ള സാഹചര്യത്തിൽ കൊച്ചി എത്ര സേഫാണ്? നോക്കാം. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഗുഡ് ഈവനിങ് അർജുൻ മട്ടന്നൂർ. ബ്രോഡ്വേ എന്ന പേരുണ്ട്, പക്ഷെ അവിടേക്കുള്ള വഴികളൊക്കെ സ്മോൾ വേസ് ആണല്ലേ? ഗുഡ് ഈവനിങ് സുജയ. അത് തന്നെയാണ് നമ്മൾ പറയുന്നു. കോഴിക്കോട് സംഭവിച്ച പോലുള്ള അപകടങ്ങൾ എവിടെയും ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷേ അത്തരമൊരു അപകടം വന്നാൽ അത് തടയാനുള്ള സുരക്ഷാ സംവിധാനങ്ങളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിൽ എല്ലാ വഴികളും വളരെ ഇടുങ്ങിയതാണ്. പ്രത്യേകിച്ച് പാർക്കിങ്ങിന് പോലും സ്ഥലമില്ലാത്തൊരു നഗരമാണ് കൊച്ചി നഗരം. അവിടെ തന്നെയുള്ള ഏറ്റവും തിരക്കേറിയ മാർക്കറ്റാണ് ഈ ബ്രോഡ്വേ മാർക്കറ്റ്. ഇവിടെ പക്ഷേ സ്ഥിതി വളരെ ദുഷ്കരമാണ്. പ്രത്യേകിച്ച് ഈ ചെറിയ വഴികൾ, ഈ വഴികളിലൊക്കെ തന്നെ നിരവധി വാഹനങ്ങൾ, വഴിയോര കച്ചവടങ്ങൾ, അത്തരത്തിൽ തൊട്ടടുത്തടുത്ത് കടകളുണ്ട്. ഈ കടകളിൽ കൂടുതലും തുണിക്കടകളാണ്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ ഒരു അഗ്നിബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ തടയാൻ കഴിയില്ല. മാത്രവുമല്ല ഈ ഫയർ എഞ്ചിനുകൾക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയില്ല. ഏതാണ്ട് ഒരു ഓട്ടോറിക്ഷക്കോ പരമാവധി ഒരു കാറിനോ മാത്രം പോകാൻ കഴിയുന്ന വഴികളാണ് ഇവിടെയുള്ളത്. എതിർഭാഗത്തു നിന്നൊരു വാഹനം വന്നാൽ അവിടെ വലിയ ഗതാഗത കുരുക്കുണ്ടാവുന്ന സാഹചര്യമാണ്. ഈ കടകൾക്ക് മുമ്പിലൊക്കെ തന്നെ വലിയ, അതായത് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. 4 പേർക്ക് നിരന്ന് നടക്കാൻ കഴിയാത്ത രീതിയിൽ ഈ വഴിയോര കച്ചവടങ്ങളൊക്കെ വഴിയിലേക്ക് ഇറങ്ങി നിൽക്കുന്നതാണല്ലോ ബ്രോഡ്വേയുടെ അതിന്റെ ഒരു ഭംഗിയും അതാണ്. എന്നാൽ അവിടെ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഫയർ യൂണിറ്റുകൾക്കടക്കം എത്തിച്ചേരുന്നതിനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളതും ഉറപ്പാണ്. ആ ദൃശ്യങ്ങൾ തന്നെ കഥ പറയുന്നുണ്ട്. അതെ അതെ, നമ്മുടെ ഹണി തങ്കപ്പൻ ആ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് ഇത് ബ്രോഡ്വേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. ഇതിൻ്റെ പരമാവധി വീതി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു ഓട്ടോറിക്ഷയ്ക്കും ഒരു ബൈക്കിനും പരമാവധി വേണമെങ്കിൽ പോകാം. അതിൻ്റെ വശങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളടക്കം പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ വാഹനം വന്നാൽ ഇവിടെ ഏറെ നേരം ഗതാഗത കുരുക്കാണ്. മാത്രവുമല്ല, അതായത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാകും. ബ്രോഡ്വേ എന്നത് ഒരു ഇടുങ്ങിയ വഴിയാണ്, വലിയ മാർക്കറ്റാണ്, തുണിക്കടകളൊക്കെ അടുത്തടുത്തുണ്ട്, പലതരത്തിലുള്ള കടകളുണ്ട്. എവിടെയെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ അവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് അപകടമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെയൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ നന്നായി ഏർപ്പെടുത്തേണ്ടതുണ്ട്.